സനാതന ധർമ്മത്തിനെതിരെയുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സനാതന ധർമ്മത്തിന്റെ പേരിൽ ഗുരുദേവനെ ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഗുരുദേവനെ റാഞ്ചിയെടുക്കാൻ ശ്രമമുണ്ടെന്നും ഗുരുദേവനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല, ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. അശ്വിൻ ഡിയാഗോ, ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിൽ മുഖ്യമന്ത്രിയും കെ സുധാകരനും ഒന്നിക്കുകയാണോ ഈ വിഷയത്തിലെങ്കിലും? സുജിയ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ വിവാദ പ്രസംഗത്തിൽ അതിന് ഏതാണ്ട് പിന്തുണ നൽകുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരനും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് അതേ സമാനമായ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ശിവഗിരിയിലെ വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പ്രസ്താവനയിൽ ഒരു പ്രതികരണം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഗുരുദേവനെ, അതായത് മുഖ്യമന്ത്രി ആരോപിച്ച അതേ ആരോപണം അത് ആവർത്തിക്കുകയാണ് സുധാകരൻ ചെയ്തത്. ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അത് ഏതു വിധേയനെയും തടയണം എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുവിനെ സനാതനത്തിന്റെ ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഉന്നയിച്ച ആരോപണം സമാന ആരോപണം തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞതും. ഇത്തരത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ഒരു കൂട്ടർ നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അമ്പലങ്ങളിൽ കയറുന്ന പുരുഷന്മാർ ഈ ഷർട്ടൂരി അമ്പലത്തിലേക്ക് പ്രവേശിക്കണം, ആ ഒരു കാര്യം അത് വിവാദമായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോഴും സുധാകരൻ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന പ്രസ്താവന നടത്തി, അതും തന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാന വരിയായി പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, സനാതനധർമ്മ വിഷയത്തിൽ ഈ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ ചെയ്തിട്ടുള്ളത്. സുജിയ, ഓക്കെ, ഈ പിന്തുണയോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തെന്നറിയാനും നമുക്കിന്ന് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യം അത് ഉന്നയിക്കാവുന്നതാണ്. BJPക്കെതിരെ BJP നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങൾക്കെതിരെ കേരളത്തിൽ KPCC അധ്യക്ഷന് തന്നെ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുകയാണ് സനാതന ധർമ്മ പരാമർശ വിവാദത്തിൽ.